രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ലൈംഗിക ആരോപണ കേസിൽ ഇരകളെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുവെന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. ഏറ്റവും ഒടുവിൽ മാധ്യമ റിപ്പോർട്ട് അനുസരിച്ച് വിശദമായ പരിശോധനയ്ക്കുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ്. ഇതിന്റെ പിന്നിൽ ഇരയാക്കപ്പെട്ടതിലും ഒരു മാധ്യമ പ്രവർത്തക ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ ഒന്നല്ല ഒന്നിലധികം എന്നുള്ള സൂചനയും നൽകപ്പെടുന്നുണ്ട്. രാഹുലിന്റെ സാമ്പത്തിക ഇടപാടുകൾ അടക്കം അന്വേഷണ സംഘം ഒരു ഭാഗത്ത് പരിശോധിച്ചു വരുന്നുണ്ട്. മാധ്യമ പ്രവർത്തകരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് 4 വനിതാ മാധ്യമ പ്രവർത്തകരുടെ മൊഴിയെടുക്കുമെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ ഇപ്പോഴത്തെ നീക്കം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചെന്ന പരാതിയിൽ നടപടി സ്വീകരിച്ചുകൊണ്ട് പോലീസ് ഇപ്പോൾ വലിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. ഒന്നിലധികം ഇരകൾ ഉണ്ടെങ്കിൽ രാഹുലിന്റെ MLA സ്ഥാനമടക്കം തുലാസിലാക്കാമെന്നും കുറഞ്ഞത് 4 കൊല്ലമെങ്കിലും പിടിച്ചകത്തിടാനുള്ള വകുപ്പെങ്കിലും സ്വരുക്കൂട്ടിയെടുക്കാമെന്ന കണക്കുകൂട്ടലിലാണ് പോലീസ് മുന്നോട്ട് നീങ്ങുന്നത്. രാഹുലിനെതിരെ പരാതി കൊടുത്തിരിക്കുന്ന അഭിഭാഷകൻ ഷിൻഡോ സെബാസ്റ്റ്യനെ ക്രൈംബ്രാഞ്ച് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് വിളിച്ചു വരുത്തി മൊഴിയെടുക്കാനായുള്ള നീക്കം നടത്തുന്നത്. ഇപ്പോൾ ആ നീക്കം നടന്നുകൊണ്ടിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുവെന്ന് കാണിച്ചുകൊണ്ട് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് ഷിൻഡോ പരാതി കൊടുത്തത്. വളരെ ഗുരുതരമായ വകുപ്പ് ചുമത്തേണ്ട ഒരു കുറ്റകൃത്യം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയെന്ന് തന്നെയാണ് ഷിൻഡോ സെബാസ്റ്റ്യന്റെ പരാതിയിൽ പറയുന്നത്. ഗർഭചിത്രം നടത്താൻ രാഹുൽ യുവതിയെ നിർബന്ധിച്ച മൊഴിയും ഭീഷണിപ്പെടുത്തിയതുമൊക്കെ തന്നെ തെളിവായി ഉണ്ടെന്നും ക്രൈംബ്രാഞ്ച് അക്കാര്യമൊക്കെ രേഖപ്പെടുത്തി അന്വേഷണം നടത്തുമെന്നും വിവരമുണ്ട്. നേരിട്ട് യുവതി പരാതി നൽകണമെന്നില്ല. പരാതി ഇല്ലെങ്കിൽ പോലും അതിജീവിത മൊഴി നൽകുമെന്നൊരു പ്രതീക്ഷ ഇപ്പോഴുണ്ട്. കാരണം പരാതി ഇതിനോടകം തന്നെ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഇരയാക്കപ്പെട്ടയാൾ പരാതി നൽകാതെ തന്നെ ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന പ്രതീക്ഷ അന്വേഷണ സംഘത്തിനുണ്ട്. ലൈംഗിക പരാതി അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ഇതിൽ ഉടനടി ഒരു നടപടിയിലേക്ക് പോവുകയാണ്. അതിജീവിതയെ കണ്ട് എങ്ങനെയും ഇത് കൺവിൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു മാധ്യമപ്രവർത്തകരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ കൃത്യമായി പറയുന്നുണ്ട്, പൊതുമധ്യത്തിലെത്താൻ അവർക്ക് മടിയുള്ളത് കൊണ്ടാണ്, ഭയമുള്ളത് കൊണ്ടാണ് ഇക്കാര്യത്തിൽ ഒരു മൗനം പാലിക്കുന്നത്. പുറത്തറിഞ്ഞാൽ തൻ്റെ ഭാവി എന്താകും, തന്നെ എങ്ങനെയായിരിക്കും ഈ സമൂഹം ട്രീറ്റ് ചെയ്യുക, ഇക്കാര്യത്തിലൊക്കെയുള്ള ആശങ്കയും ഭീതിയും ഒക്കെ തന്നെയാണ് അവളെ പിന്നോട്ട് വലിക്കുന്നത്. രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച സിനിമാ താരവും മുൻ മാധ്യമപ്രവർത്തകയുമായിട്ടുള്ള റിനി ആൻ ജോർജ്, ട്രാൻസ്വുമൺ അവന്തിക അടക്കമുള്ളവരുടെ മൊഴി എടുക്കാനുള്ള ഒരു നീക്കം ക്രൈംബ്രാഞ്ച് മറുഭാഗത്ത് സ്വീകരിക്കുന്നുണ്ട്. ഇതുകൂടാതെ പുറത്തു വരാതിരിക്കുന്ന, ഇതിൽ ഗുരുതരമായ അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുള്ള, ഇരയാക്കപ്പെട്ടിട്ടുള്ള നിരവധി ആളുകളുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് തന്നെ പറയുന്നു. എന്നാൽ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ രാഹുലിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച ഒരു പെൺകുട്ടിക്കുള്ള പിന്തുണയാണ് അദ്ദേഹത്തിനെതിരെ ആദ്യം രംഗത്തെത്തിയ നടി റിനി ആൻ ജോർജ് നൽകുന്നത്. പെൺകുട്ടിയോട് എന്ത് സഹിച്ചായിരുന്നാലും പുറത്തെത്താനും തനിക്കുണ്ടായ വേദനകൾ എന്തൊക്കെയെന്നുള്ളത് പൊതുമധ്യത്തിൽ തുറന്നു പറയാനും തനിക്കുണ്ടായ വേദനകൾ എന്തൊക്കെയെന്നുള്ളത് തുറന്നു പറയാനും തയ്യാറാകണമെന്നാണ് റിനി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കരയേണ്ടതും ഒറ്റപ്പെടുത്തേണ്ടതും നീയല്ലെന്നും അത് വേട്ടക്കാരനാണെന്നും പറയുന്നുണ്ട്. വേട്ടപ്പട്ടികൾ കുരയ്ക്കുന്നത് നീ കാര്യമാക്കേണ്ടതില്ലെന്നും നിനക്കൊപ്പം കേരളത്തിന്റെ മനസ്സാക്ഷി ഉണ്ടെന്നുമാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ റിനി കുറിക്കുന്നത്. റിനിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: അവളോടാണ്, പ്രിയ സഹോദരി, ഭയപ്പെടേണ്ട, വേട്ടപ്പട്ടികൾ കുരയ്ക്കുന്നത് നീ കാര്യമാക്കേണ്ട, നിനക്കൊപ്പം കേരളത്തിന്റെ മനസ്സാക്ഷിയുണ്ട്, ഒരു ജനസമൂഹം തന്നെയുണ്ട്. നീയല്ല കരയേണ്ടത്, നീ ചിരിച്ചുകൊണ്ട് ഈ ലോകത്തെ നേരിടണം. കരയേണ്ടതും ഒറ്റപ്പെടേണ്ടതും വേട്ടക്കാരനാണ്. നീ പുറത്തു വരൂ, നിനക്കുണ്ടായ വേദനകൾ സധൈര്യം പറയൂ. നീ ഇരയല്ല, നീ ശക്തിയാണ്, നീ അഗ്നിയാണ്. ഇങ്ങനെയാണ് റിനി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ചിരിക്കുന്നത്. രാഹുലിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത്, അന്വേഷണവും വിവാദങ്ങളും ചൂടുപിടിച്ചിരിക്കുമ്പോഴാണ് റിനി ആൻ ജോർജ് ഇത്തരത്തിലൊരു കുറിപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് ഇതുവരെയും റിനി തുറന്നു പറയാൻ തയ്യാറായിട്ട് പോലുമില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹത്തെ തിരുത്തുമെന്നും ശക്തമായ നടപടിയെടുക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായിട്ടായിരുന്നു നേരത്തെ അഭിമുഖങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമ ആരോപണങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് ഷിൻഡോ സെബാസ്റ്റ്യൻ ഈ ഘട്ടത്തിൽ പറയുന്നത്. സംഭവത്തിൽ തെളിവുകളൊക്കെ പോലീസിന് കൈമാറി കഴിഞ്ഞിരിക്കുന്നു. അതിന്മേലുള്ള അന്വേഷണം പോലീസ് നടത്തുമെന്ന പ്രതീക്ഷയുണ്ട്. പ്രാഥമിക മൊഴിയെടുപ്പ് ഇപ്പോൾ പൂർത്തീകരിച്ചെന്നും ഇനിയുള്ള കൂടുതൽ തെളിവുകൾ അത് കൈമാറാനായിട്ടുള്ള ശ്രമം നടത്തുമെന്നുമാണ് ഷിൻഡോ സെബാസ്റ്റ്യൻ പറയുന്നത്. ഇരകൾക്ക് പരാതി നൽകാനുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്നും സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത ആക്രമണമാണ് തനിക്ക് പോലും നേരിടേണ്ടി വരുന്നതെന്നാണ് ഷിൻഡോ സെബാസ്റ്റ്യൻ പറയുന്നത്. രാഹുലിനെതിരായിട്ടുള്ള പരാതിയിൽ ക്രൈംബ്രാഞ്ച് മൊഴി രേഖപ്പെടുത്തി അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. പൊതുപ്രവർത്തകനായിട്ടുള്ള ഹഫീസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 27-ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് മറ്റൊരു കേസും എടുത്തിട്ടുണ്ടായിരുന്നു. 4 മാസം വളർച്ചയെത്തിയ ശിശുവിനെ ഭ്രൂണഹത്യ ചെയ്യാനായി രാഹുൽ ഭീഷണിപ്പെടുത്തി
അനുനയം വിജയിക്കാതെ വന്നപ്പോൾ ചവിട്ടിക്കൊല്ലാൻ അധിക സമയം വേണ്ടെന്ന് പറഞ്ഞു തുടങ്ങിയ ഭീഷണികളായിരുന്നു രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉയർന്നത് എന്നത് ചൂണ്ടിക്കാട്ടിയുള്ള പരാതിയാണ് ഹഫീസ് കൊടുത്തത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകളെ അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായി സോഷ്യൽ മീഡിയ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തു. സ്ത്രീകൾക്ക് മാനസിക വേദനയ്ക്ക് ഇടയാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചു. നിർബന്ധിത ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ സന്ദേശങ്ങൾ അയച്ചു, ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തി തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി പോലീസും കേസെടുത്തു. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് രാഹുലിനെ ശക്തമായി തന്നെ പിടിച്ചകത്തിടാനുള്ള വകുപ്പുകൾ ഉണ്ടെന്നാണ് നിലവിൽ പരാതിക്കാർ ആരോപിക്കുന്നത്. അതേസമയം രാഹുലിനെ സംബന്ധിച്ച് ആദ്യം എതിർത്തെങ്കിലും ഇപ്പോൾ പിന്തുണയ്ക്കുന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്നതിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് ഇപ്പോഴും രണ്ട് തട്ടിലാണ്. വേണമെന്നും വേണ്ടെന്നും പറയുന്ന കൂട്ടർ തന്നെയാണ് നിലവിലുള്ളത്. രാഹുലിന് സംരക്ഷണം ഒരുക്കരുത് എന്ന് ശക്തമായി വാദിക്കുന്ന ഒരു വിഭാഗം നിലപാടെടുക്കുമ്പോൾ മാറ്റി നിർത്തുന്നതിലുള്ള വിയോജിപ്പ് ഷാഫി പറമ്പിൽ അടക്കമുള്ള ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കോൺഗ്രസിനുള്ളിൽ തന്നെ നിരവധി നേതാക്കൾ അതൃപ്തരാണെന്നുള്ള വിവരം ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്. പാർട്ടിക്കകത്തൊരു ഭിന്നതയുണ്ടാകാൻ രാഹുൽ തന്നെ കാരണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ്. ഈ വിലയിരുത്തലിലാണ് വനിതാ നേതാക്കൾ അടക്കം ഒരു വിഭാഗം ആളുകൾ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ആളെ എങ്ങനെയാണ് പാർട്ടിക്കുള്ളിലേക്ക് കൊണ്ടുവരിക? ഇങ്ങനെയുള്ള ആളെ എങ്ങനെ വിശ്വസിച്ച് ഒരു വീട്ടിലേക്ക് പറഞ്ഞയക്കാനായി സാധിക്കും? എങ്ങനെ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കാനായി നമുക്ക് പിന്തുണ നൽകാൻ കഴിയും? ഇതുമൂലം തങ്ങൾക്കും ഒരു കോട്ടം തട്ടില്ലേ എന്നാണ് ഒരു തട്ടിലുള്ള ആളുകൾ ഉന്നയിക്കുന്നത്. എന്നാൽ ഷാഫി പറമ്പിലടക്കം രാഹുലിനെ അനുകൂലിക്കുന്ന ഒരു ഭാഗം പറയുന്നത് ഇതൊക്കെ തന്നെ ആരോപണങ്ങൾ മാത്രമാണ്, ഇതുവരെയും പരാതി കിട്ടിയിട്ടില്ല. അല്ലാത്ത പക്ഷം രാഹുലിനെതിരെ സ്വീകരിക്കാവുന്ന പരമാവധി നടപടി പാർട്ടി സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാഹുലിനെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇനി ഒരു ജനപ്രതിനിധിയാണ്, ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്, അത് തീരുമാനിക്കേണ്ടത് ജനമാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ ശക്തമായ തെളിവുകളൊന്നുമില്ലാത്ത പക്ഷം രാഹുലിനെ എന്തിനാണ് കരുവാക്കുന്നത്? എതിർഭാഗത്തും CPM-ന്റെ പല MLA-മാരും എന്തിനേറെ പറയുന്നു മന്ത്രിസഭയിലടക്കം ഇത്തരം ആരോപണങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ നേരിട്ടവർ ഇരിക്കുമ്പോൾ രാഹുലിനെ മാത്രം കരുവാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരൻ വളർന്നു വരുന്നതിലുള്ള അസൂയയും കുശുമ്പും ശക്തമായ മറുപടിയും ഒക്കെ തന്നെയാണ് ഇവിടെ സംഭവിച്ചതെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രാഹുലിനെ സസ്പെൻഡ് ചെയ്ത നടപടി അത് സ്വാഗതാർഹമാണെന്ന് നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഇക്കാര്യം പറയുന്നത്. ഇത് തന്നെ ഏറ്റവും വലിയ നടപടിയായി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഗർഭഛിദ്രം അടക്കമുള്ള ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ സ്ത്രീകൾക്കൊപ്പം വന്ന നിലപാട് ഉയർത്തി എങ്ങനെ കോൺഗ്രസിന് മുന്നോട്ട് പോകാനായി സാധിക്കും? ഈ ഒരു കാര്യമാണ് നിരവധി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനിയും രാഹുലിനെ സംരക്ഷിച്ചാൽ അതൊരു തെറ്റായ സന്ദേശം ജനങ്ങൾക്ക് നൽകുമെന്നാണ് വനിതാ നേതാക്കൾ അടക്കം ഒത്തിരി ആളുകൾ ഇതിനോടകം തന്നെ പരാമർശിച്ചിരിക്കുന്നത്.